അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ അതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2 പരീക്ഷയാണ്. അതിൽ രണ്ടാമത്തെ ഭാഗത്തു നിന്ന് ഉള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കുന്നത്. നമുക്ക് 11 മുതൽ 20 വരെയുള്ള പാഠങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ടാമത്തെ പരീക്ഷ ഉണ്ടാവുക. ദുറൂസുൽ ഇസ്ലാം 2 എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തെ ഓരോ ചോദ്യങ്ങൾ വിശദമായിട്ട് വായിച്ച് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ പരിചയമുള്ള കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യമാണ് വരിക. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. വെട്ടുകിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിങ്ങനെ 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരം വെട്ടുകിളികളാണ് കേട്ടോ. വെട്ടുകിളികളാണ് ആദ്യമായിട്ട് നശിക്കുക എന്നുള്ളത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. ഈജിപ്ത്, ഗസ, കൂഫ. എവിടെയാണ് ഓർക്കുന്നുണ്ടോ? എവിടെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഗസ എന്ന സ്ഥലത്താണ് കേട്ടോ അല്ലേ. ഫലസ്തീനിലെ ഗസയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്ത ചോദ്യം, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ്. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളും അതുപോലെ ചെറിയ അടയാളങ്ങളൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വലിയ അടയാളങ്ങളിൽ പെട്ടത് ഒന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ യമനിൽ നിന്ന് വലിയ തീ ഉയരുക, മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക. എന്താണ് വലിയ അടയാളങ്ങളാണ് പറഞ്ഞില്ലേ. അപ്പോൾ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് യമനിൽ നിന്ന് തീ ഉയരുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക എന്നുള്ളതൊക്കെ എന്താണ് ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർദ്ധിക്കുന്ന കാര്യങ്ങളും കുറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്, ചിലത് കുറയുന്നതാണ്. അപ്പോൾ വർദ്ധിക്കുന്നതൊക്കെയാണ്, കുറയുന്നത് ഏതൊക്കെയാണെന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. വേറെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഏതാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ ഷാഫി ഇമാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടതായിട്ട്. അപ്പോൾ ഷാഫിഈ ഇമാം എന്നതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം, മരണത്തെ ഓർത്താൽ ഇല്ലാതാകും. മരണത്തെ ഓർത്താൽ ഇല്ലാതാവുക എന്താണെന്നുള്ളതാണ് ചോദ്യം. നിസ്കാരത്തിൽ ഖുശൂഅ്, ക്ഷമ, അസൂയ. എന്താണ്? അസൂയ ഇല്ലാതാവുന്ന പറഞ്ഞല്ലേ. നിസ്കാരത്തിലെ ഖുശൂഅനെ കുറിച്ച് എന്താ പറഞ്ഞത്? നിസ്കാരത്തിലെ ഖുശൂഅ് വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ പൈനാപ്പിൾ, അതായത് കൈതച്ചക്ക എന്നാണ് അർത്ഥം. കൈതച്ചക്ക എന്നുള്ളതിൻ്റെ അറബി എന്താണെന്നുള്ളതാണ് ചോദ്യം. ബാമിയ, ടൊമാറ്റിം, അനനാസ് അല്ലേ. അനനാസ് എന്താണ് കൈതച്ചക്കക്ക് പറയുക? അനനാസ് എന്നാണ് പറയുക അല്ലേ. അതുപോലെ തന്നെ ടൊമാറ്റിം എന്താണ്? ബാമിയ എന്ന് പറഞ്ഞാൽ എന്താണൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ടൊമാറ്റിം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൊമാറ്റോ അല്ലേ. അതുപോലെ തന്നെ ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടക്കാണ് പറയുക അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ ഉള്ളത് എവിടെയാണെന്നുള്ളതാണ്. മദീനയിലാണ്, ഈജിപ്തിലാണ്, കൂഫയിലാണ്. എവിടെയാണ്? നമ്മൾ നേരത്തെ ജനിച്ച സ്ഥലം എവിടെയാണ് പറഞ്ഞു? ഫലസ്തീനിലെ ഗസയിലാണ്. എവിടെയാണ് മഖ്ബറ ഉള്ളത്? ഈജിപ്തിലാണ് മഖ്ബറ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ വരാതെ ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം, അതുപോലെ ജനിച്ച വർഷം, മരണപ്പെട്ട വർഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഇമാമികളെ കുറിച്ച് അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പഴങ്ങൾ എന്ന വാക്കിൻ്റെ അറബി പദം എന്താ? പഴങ്ങൾ എന്നുള്ള എന്താ പറയുക? അനാനാസ്, ഫവാക്കിഹ്, ഹുല്ലാർ. എന്താണ്? ഫവാക്കിഹ് എന്നാണ് പഴത്തിന് പറയല്ലേ. അനാനാസ് നമ്മൾ നേരത്തെ പറഞ്ഞു കൈതച്ചക്കയാണ്. ഹുല്ലാർ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചക്കറികൾക്കാണ് പറയല്ലേ. ഒക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറെ ചോദ്യ പേപ്പറിൽ ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഖബർ ജീവിതമോർത്ത് കരഞ്ഞ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായ മഹാൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാവും. ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ്? ദുനിയാവിലാണ്, ഖബറിലാണ്, മഹ്ശറിലാണ്. എവിടെയാണ് അങ്ങനെ ഉണ്ടാകും പറഞ്ഞത്? അതെ, മഹ്ശറിലാണ് അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലേ. ദുനിയാവിൽ ഒരു ദിവസം പറഞ്ഞാൽ ഒരു ദിവസം തന്നെയാണ്. ഖബറിലും അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മഹ്ശറിൽ ഒരു ദിവസത്തിന് 50,000 ദൈർഘ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നു. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്?
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണല്ലേ. ഒരുപാട് വളരെയധികം പട്ടിണിയൊക്കെ സഹിച്ച് ജീവിച്ച ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത ചോദ്യം, സത്യവിശ്വാസികളുടെ കടമയാണ്. സത്യവിശ്വാസികളുടെ കടമ എന്താ? പ്രകൃതി സംരക്ഷണം, കീടനാശിനി പ്രയോഗം, ധൂർത്ത്. ഏതാണതിൽ ശരിയായിട്ടുള്ളത്? പ്രകൃതി സംരക്ഷണമാണ് വിശ്വാസികളുടെ കടമയായിട്ട് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ് കേട്ടോ. ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ് രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം, ഓരോന്ന് വായിച്ച് നോക്കാം. നമുക്ക് ചേരുംപടി ചേർക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗവും കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കി വെച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതി കൊടുത്താൽ കേട്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി ഇങ്ങനെ വെട്ടിടുന്ന രൂപം ഇങ്ങനെ എഴുതി പിന്നെ ഇങ്ങനെ തെറ്റിട്ടിട്ട് പിന്നെ ഇവിടെ എഴുതുക, അങ്ങനെ ഒരു ശീലമൊന്നും നമ്മൾ ഉണ്ടാക്കരുത്. കാരണം അതൊക്കെ നോക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമ്മൾ വളരെ രണ്ട് ഭാഗവും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് വായിച്ചു നോക്കുക. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ബഗ്ദാദിൽ ജനിച്ചു, ഹുജ്ജത്തുൽ ഇസ്ലാം, ഹിദായത്തുൽ അസ്കിയായിൻ്റെ രചയിതാവ്, കേരളത്തിൽ മതപ്രബോധനം നടത്തി. ഇവരൊക്കെ ആരാണെന്നുള്ളതാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇവിടെ ഡി എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തത് ബഗ്ദാദിൽ ജനിച്ചു. ബഗ്ദാദിൽ ജനിച്ചത് ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ബഗ്ദാദിൽ ജനിച്ചത് പറഞ്ഞത് അല്ലേ. അപ്പോൾ സി എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തത് ഹുജ്ജത്തുൽ ഇസ്ലാം. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് ആരെക്കുറിച്ചാണ് പറയുക? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി അല്ലേ. ഗസ്സാലി ഇമാമിനെ കുറിച്ചാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിൽ ഹിദായത്തുൽ അസ്കിയ രചിച്ചത് ആരാണെന്ന്. നമുക്ക് അസ്കിയയിലൊരു ബൈത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഗ്രന്ഥം രചിച്ചതാരാ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചത് അല്ലേ. പിന്നെ കേരളത്തിൽ മതപ്രബോധനം നടത്തിയ ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാലിക് ബിൻ ദിനാർ അല്ലേ. നമ്മളെ ചേരമാൻ പെരുമാൾ എവിടെ പോയി? മക്കത്ത് പോയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതും എന്നിട്ട് അവിടുന്ന് മുസ്ലിമായി തിരിച്ചു വന്ന സംഭവമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘത്തിൽപ്പെട്ട ആളാരാണ്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ മറ്റൊരു ചോദ്യ പേപ്പറിൽ രണ്ടാമത് വന്ന ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വായിച്ച് നോക്കാം ഓരോന്ന്. എന്താണ്? ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബറക്കത്തെടുത്തു. വുളൂ ചെയ്ത് കഫൻ പുടവ പുതച്ചു വഫാത്തായി. ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചു. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ചിലതൊക്കെ ആവർത്തിച്ച് വന്ന സാധനങ്ങൾ തന്നെ കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല രൂപത്തിൽ മാർക്കൊക്കെ വാങ്ങാൻ കഴിയും. ഇങ്ങേ ഭാഗത്തുള്ള ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആരെക്കുറിച്ചൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ശരി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ 3 ദിവസം പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ. അദ്ദേഹം തന്നെയാണ് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആൾ. ആരാണത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കേട്ടോ. പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബറക്കത്തെടുത്തു. അതാരാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതില്ലേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷർട്ട് കൊണ്ട് ബറക്കത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ആ സംഭവമൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അടുത്തത് വുളൂ ചെയ്ത് കഫൻ പുടവ പുതച്ചു വഫാത്തായി. ആരാണ്? നമ്മളെ മരണത്തിന് തയ്യാറായിട്ട് ഒരുങ്ങി മരിച്ച ആളാണല്ലേ, വഫാത്തായ ആളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അടുത്തത് ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചത് അല്ലേ. അടുത്തത് കേരളത്തിൽ മതപ്രബോധനം നടത്തിയതാരാ? നേരത്തെ നമ്മൾ പറഞ്ഞു മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ആണ് കേരളത്തിൽ മതപ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ വരാതെ ഓരോരുത്തരുടെ പേരുകളും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതായിരുന്നോ ഇതായിരുന്നോ എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ വരും. ആ സംശയങ്ങളെ ക്ലിയർ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ.
അടുത്ത ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് വരും കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഡേഷാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. ഏത് വയസ്സിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫത്വ നൽകാൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. 15ാമത്തെ വയസ്സിലാണ്. അപ്പം നിങ്ങളെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂട്ടോ. എല്ലാവരും ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കൂ. നമ്മൾ ഉത്തരം കാണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സ്ത്രീകളുടെ എണ്ണം എന്താവുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. സ്ത്രീകളുടെ എണ്ണം കൂടുന്നതിലെ സ്ത്രീകളുടെ എണ്ണം കൂടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അടുത്തത്, പൊതുസ്ഥലങ്ങളിൽ ഡാഷ് നിക്ഷേപിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ പാടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? പൊതുസ്ഥലങ്ങളിൽ എന്ത് നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞത്? മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. അടുത്ത ചോദ്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷിൽ അധികം ഹദീസ് മനഃപ്പാടമാക്കി. അപ്പോൾ എത്ര ഹദീസാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നത്? ഷാഫി ഇമാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹംബൽ ഇമാം റളിയല്ലാഹുവിനെ കുറിച്ച് 10 ലക്ഷത്തിലധികം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിലധികം ഹദീസുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾ അത് പഠിച്ചു വെക്കുകയും ചെയ്യട്ടോ കൂട്ടത്തിൽ. പിന്നെ അടുത്ത ചോദ്യം, രോഗസന്ദർശനം ഡാഷ് ഓർക്കാൻ സഹായിക്കും. രോഗസന്ദർശനം എന്ത് ഓർക്കാനാണ് സഹായിക്കുക? എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? മരണത്തെ ഓർക്കാൻ സഹായിക്കില്ലേ? രോഗികളെ സന്ദർശിച്ചാൽ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും അല്ലേ? അത് നമ്മൾ പാഠത്തിൽ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, മാതാ തബഗി അബഗി ഷൈഅം മിൻ ഖിദാഇയ്യ. എന്താണത്? മാതാ തബഗി, എന്താ നിങ്ങൾ ആഗ്രഹിക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അബഗി ഷൈഅം മിൻ ഖിദാഇയ്യ, എനിക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഭക്ഷണ സാധനങ്ങൾ എന്ന് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം അവിടെ ഉണ്ട്, ബാക്കിയുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. എന്താണ്? മവാദിൽ ഖിദാഇയ്യ അല്ലേ? മവാദിൽ ഖിദാഇയ്യ എന്നാണ് പറയുന്നത്. അബഗി ഷൈഅം മിൻ മവാദിൽ ഖിദാഇയ്യ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറബിയിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. മറ്റൊരു ചോദ്യ പേപ്പറിൽ ഇതേ ഭാഗം നമുക്ക് നോക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം എന്താണ്? കുടുംബ ബന്ധങ്ങൾ ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. എന്താണ് കുടുംബ ബന്ധങ്ങൾ? എന്താണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറഞ്ഞത്? കുടുംബ ബന്ധം തകരുക അല്ലേ? കുടുംബ ബന്ധം തകരുക എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ധൂർത്തടിക്കുന്നവർ ഡാഷ് സഹോദരന്മാരാണ്. എന്താണ് പറഞ്ഞത്? ധൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ് എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ പിശാചുക്കളുടെ സഹോദരന്മാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അടുത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ? 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കേട്ടോ. അടുത്ത ചോദ്യം, ഖബറിൽ ഡാഷ് സ്വർഗീയ സുഖം ലഭിക്കും. ആർക്കാണ് ഖബറിൽ സ്വർഗീയ സുഖം ലഭിക്കുക? സജ്ജനങ്ങൾക്ക് അല്ലേ? ഖബറിൽ സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ലഭിക്കും. അടുത്തത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഡാഷാം നൂറ്റാണ്ടിൽ മുജദ്ദിദാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏത് നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്? പറയൂ. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം, അന്ത മൗലാന ഡാഷ് അലൽ ഖൗമിൽ കാഫിരീൻ എന്നുള്ളത് എവിടെയാണ്? എന്താണ് അതിൻ്റെ ഇടയിൽ വിട്ടുപോയത്? നമ്മളെ ആമന റസൂൽ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്നുള്ളതാണ് കേട്ടോ. ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും, നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ ആ രൂപത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വെക്കട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. റമളാനിൽ എല്ലാ ദിവസവും 2 ഖത്ം ഓതി ഇമാം. ഏത് ഇമാമായിരുന്നു ഓരോ ദിവസവും റമളാനിൽ 2 ഖത്ം ഓതിയിട്ടുണ്ടായിരുന്നത്? പറഞ്ഞു നോക്കൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കേട്ടോ. അടുത്ത ചോദ്യം, മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്താണ്? ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഏത് പേരാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? താജുദ്ദീൻ എന്നുള്ള പേരാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തത്, ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? നമ്മൾ ഫലവൃക്ഷങ്ങളുണ്ടല്ലോ, ഫലം കായ്ക്കുന്ന മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളത് നമ്മളെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? സുന്നത്താണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ് കേട്ടോ.
അടുത്ത ചോദ്യം, പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും ആര്? പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ട ആരാണ്? ദുർജനങ്ങൾ പരലോകത്ത് എന്ത് ചെയ്യേണ്ടി വരും? നരകയാതന അനുഭവിക്കേണ്ടി വരും. അടുത്ത ചോദ്യം, ഖലീലുർ റഹ്മാൻ എന്ന പേരുള്ള നബി. ഖലീലുർ റഹ്മാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മളെ ഇഷ്ഫാത്ത് ഷഫ എന്നുള്ള പാഠത്തിൽ ഒരുപാട് അമ്പിയാക്കളുടെ ഇങ്ങനത്തെ പേരുകൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഖലീലുർ റഹ്മാൻ എന്ന് പറയുന്നത് ഇമാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് ഖലീലുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഹുല്ലാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്? ഹുല്ലാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അറബി പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പച്ചക്കറി അല്ലേ? പച്ചക്കറി എന്നാണ് ഹുല്ലാർ എന്നതിന് പറയാം കേട്ടോ. ഹുല്ലാർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? അടുത്തതും ഇതേ രൂപത്തിൽ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ്. എന്താണത്? അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ് എന്തിൻ്റെ അടയാളമായിട്ടാണ് അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്? ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ് പറഞ്ഞത് അല്ലേ? പിന്നെ അടുത്ത ചോദ്യം, ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് എന്താണ്? നേരത്തെ നമ്മൾ വേറെ രൂപത്തിൽ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഓർമ്മ ഉണ്ടോ? എന്താണ്? വെട്ടുകിളികളാണ് ജീവജാലങ്ങളിൽ ആദ്യമായിട്ട് നശിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വേറെ രൂപത്തിൽ ചോദ്യം കണ്ടതാണ്. എവിടെയാണ്? ബഗ്ദാദിലാണ് ജനിച്ചത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. മറ്റൊരു ചോദ്യം, റൂഹുല്ലാഹി എന്ന പേരുള്ള നബി ആരാണ് റൂഹുല്ലാഹി എന്നറിയപ്പെടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഇഷ്ഫാത്ത് ഷഫ എന്നുള്ള പാഠത്തിൽ ഒരുപാട് ആളുകളെ പേരുകൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് റൂഹുല്ലാഹി എന്ന് പറഞ്ഞത്. ഈ ഖലീലുല്ലാഹി പറയുന്നുണ്ട്, കലീമുല്ലാഹി ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, ഉപ്പ എന്നതിൻ്റെ അറബി പദം ഉപ്പ് എന്നതിൻ്റെ അറബി പദം എന്താണ് ഉപ്പിന് പറയാം? മിൽഹ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്തത്, ത്വാഖത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുണ്ട്. ത്വാഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അറിയോ? പറഞ്ഞു നോക്കൂ. കഴിവ് എന്നാണ് ത്വാഖത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അറബി പാഠഭാഗത്തുള്ള ഇതിൽ നമ്മൾ പുസ്തകത്തിൽ കൊടുത്ത അറബി അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, അറബിയും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്തരം വാക്കർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നമ്മൾ ഒറ്റ വാക്കുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെയാണ്. ഇനി നമ്മൾ കുറച്ച് ഒരു വാചകമായിട്ട് എഴുതണം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് വന്ന, ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ. നമ്മുടെ പാഠത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അതിൽ 4 എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു 4 ഇവിടെ എഴുതി വെച്ച് നമുക്ക് നോക്കാം. അല്ലാത്തതും ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയാണ്? കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴുമല, ശ്രീകണ്ഠപുരം, അങ്ങനെ ധർമ്മടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, മഹ്ഷറിൽ ഷഫാഅത്ത് ചെയ്യുന്നവരെ 4 വിഭാഗത്തിൻ്റെ പേര് ഏതാനാണ്? ഒരുപാടല്ല 5 വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അവയുടെ 4 ആളുകളുടെ പേരാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ആരാണ്? അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ അല്ലേ? അതുപോലെ തന്നെ സ്വാലിഹുകൾ കേട്ടോ. 5 വിഭാഗം ആളുകളുണ്ട്. 4 ആളുകളുടെ പേര് നമ്മൾ എഴുതി കൊടുത്താൽ മതി. നമ്മൾ മുഴുവൻ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാടമാക്കിയ രീതി എങ്ങനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നത്? എന്താ നമ്മൾ പാഠത്തിൽ പറഞ്ഞത്? വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതി മനഃപ്പാടമാക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വലത് ഇങ്ങനെ ഹദീസ് ക്ലാസ് കിട്ടുന്ന സമയത്ത് വലത് കൈ കൊണ്ട് ഇടത് കൈയിൽ ഇങ്ങനെ എഴുതുക അല്ലേ? എങ്ങനെയാണ് മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട 2 കാര്യങ്ങൾ എഴുതാനാണ്. ഒരുപാട് കാര്യങ്ങൾ പാഠത്തിൽ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എത്രയാണോ ചോദിക്കണം അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. എന്താണ്? മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ വെച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെയും ഒരുപാട് വർദ്ധിക്കുന്നതും ഒരുപാട് കുറയുന്നതും സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വായിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഫിഖ്ഹിലും തഖ്വയിലൊക്കെ ഏറ്റവും ഉയർന്ന ആളാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലേ? ആ കാര്യമാണ് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ നോക്കാം. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്കാണ് വളരെ സന്തോഷമായിട്ട് മരിക്കാൻ സഹായകമാകുന്നത്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ചു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? മറ്റൊരു ചോദ്യം, താജുദ്ദീൻ എന്ന സഹാബി യാത്രാ സംഘത്തോടെ എന്താണ് വസിയ്യത്ത് ചെയ്തത്? ആരാണ് താജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ? നമ്മളെ
മക്കയിലേക്ക് പോയില്ലേ? ആരാണത്? ചേരമാൻ പെരുമാളെ കുറിച്ചാണല്ലേ. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് മരണപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്താണ് കൂടെയുള്ള ആളുകളോട് വസിയത്ത് ചെയ്തത്? യാത്ര തുടരണമെന്നും കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കേരളത്തിലേക്ക് യാത്ര ചെയ്യല്ലേ. അപ്പം യാത്ര തുടരാനും അതുപോലെ തന്നെ ഇസ്ലാം പ്രബോധനം ചെയ്യാനൊക്കെയാണല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ നിങ്ങൾ പാഠത്തിൽ പറഞ്ഞ അതേ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, അറിവ് പഠിക്കാൻ ആദ്യം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങളിലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ, എന്തിനെ? അറിവ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്ത സ്ഥലങ്ങൾ. അപ്പോൾ നോക്കാം. മക്ക, മദീന, യമൻ, ഇറാഖ് ഇല്ലേ. മക്കയിൽ, മദീനയിൽ, യമനിൽ, ഇറാഖിൽ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ അടുത്താൽ കുറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പാഠത്തിൽ പറയുന്നുണ്ട്. നമ്മളെ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. കൊലപാതകം, സംഗീതമേളകൾ, പിന്നെ വ്യഭിചാരം, പലിശ ഇടപാടുകൾ, സ്ത്രീകളുടെ എണ്ണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചതിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യങ്ങൾ എഴുതാനാണ്. പ്രകൃതി സംരക്ഷണത്തിൽപ്പെട്ട 2 കാര്യങ്ങൾ എഴുതുക. കുറച്ച് കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയുന്ന കാര്യങ്ങൾ അതിൽ 2 എണ്ണം എഴുതണ്ട കേട്ടോ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ കീടനാശിനികളുടെ ഉപയോഗം കുറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാഠത്തിൽ പഠിച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ 2 എണ്ണം എഴുതണം. എത്ര ചോദ്യത്തിൽ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എണ്ണം എഴുതണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ചോദ്യത്തിൽ എണ്ണം പറഞ്ഞിട്ടുള്ളത് അത്രയും എണ്ണം എഴുതേണ്ടി വരും കേട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ധൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ധൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ധൂർത്തടിക്കുന്നതിനെ കുറിച്ച് നമ്മളെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് പറഞ്ഞത്? നീ ധൂർത്തടിക്കരുത്, ധൂർത്തടിക്കുന്നവൻ പിശാചുകളുടെ സഹോദരന്മാരാണ്, പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചവനുമാണല്ലേ. ഇതാണ് ധൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കാം. വേറെ ചോദ്യം, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഇത് അറബിയിൽ എഴുതാനാണ്. ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നെങ്ങനെയാണ് അറബിയിൽ പറയാ? ലാ തുആഖിദ്ന അല്ലേ. ലാ തുആഖിദ്ന എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളതേ രൂപത്തിൽ അത് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം, പണ്ഡിതൻ നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. അത് കാരണം എന്താ? എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താ പറഞ്ഞത്? ആ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്നും സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന ആളായിരുന്നു അല്ലേ. ഭരണകൂടത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് എന്ത് ചെയ്തില്ല? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല? ആ റൊട്ടി സ്വീകരിച്ചില്ല. ഇനി അടുത്ത ചോദ്യം, വഅഫു അന്ന എന്നതിൻ്റെ സാരം, വഅഫു അന്ന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. എന്താണ്? ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. അപ്പോൾ നമ്മളെ ഒരു എന്താണ് ആമിന റസൂൽ പറയുന്ന ആയത്തിൻ്റെ ഒരു പാഠമുണ്ടല്ലോ. ആ പാഠത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലാ തുആഖിദ്നൻ്റെ അറബിയാണ് ചോദിച്ചത്. അതായത് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്നുള്ളതിൻ്റെ അറബി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ എന്നുള്ളതിൻ്റെ അറബി തന്നെ മലയാളം. ഈ രൂപത്തിലൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, കുറിപ്പ് എഴുതാനുള്ള ചോദ്യങ്ങളാണ് വരിക. കൃഷിയുടെ പ്രാധാന്യം അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് ഈ രൂപത്തിൽ കിട്ടുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിലൊക്കെയുള്ള ഇത്തരം 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു 5 വരി നിങ്ങൾ എഴുതണം കേട്ടോ. ഈ ഭാഗം മുഴുവൻ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കുകൾ ലഭിക്കുകയുള്ളൂ. അടുത്തത് മരണത്തെക്കുറിച്ച് ഇതേ രൂപത്തിൽ 5 വരിയിൽ എഴുതണം. കുറിപ്പ് എഴുതാനുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 5 വരിയിൽ എഴുതാനുള്ളത് തന്നെയാണ് 6 മാർക്കിൻ്റെ ചോദ്യം. അതായത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് എന്നുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 5 വരിയാണ് നമുക്ക് എഴുതേണ്ടത്. ഇത്ര ഒരുപാട് എഴുതണമെന്നൊന്നുമില്ല. ഈ ഒരു 5 വരിയിൽ മുഴുവനാവുന്ന രൂപത്തിൽ, നമ്മുടെ കഴിയത്ത് 5 വരിയിൽ മുഴുവനാവുന്ന രൂപത്തിൽ എഴുതാണ് വേണ്ടത്. എന്ന് കരുതി വലിയ കയ്യക്ഷരത്തിലൊന്നും എഴുതരുത്, നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. പിന്നെ മറ്റൊന്നാണ് ധൂർത്തിനെ കുറിച്ച് എഴുതാൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ കഴിയുള്ളൂ.
ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക, നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും അല്ലാഹു തആല നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അല്ലാഹ്.